BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരിദാസ്, പ്രിയപ്പെട്ട ശ്രീ രഞ്ജിത്ത്, ശ്രീ KK വിനോദൻ മാസ്റ്റർ, ശ്രീ A ദാമോദരൻ, ശ്രീ രഘുനാഥ്, ശ്രീ PK വേലായുധൻ, ശ്രീമതി പത്മിനി ടീച്ചർ, നമ്മുടെ ഈ കണ്ണൂർ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഈ സമര വേദിയിൽ അണിനിരന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ കരുത്തരും വളരെ പ്രിയപ്പെട്ടവരുമായ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ധർണാസമരത്തിന് ആധാരമായ രാഷ്ട്രീയ കാര്യപരിപാടികളെ സംബന്ധിച്ച് അധ്യക്ഷൻ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും ഉരുണ്ടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 6-7 വർഷമായി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ താങ്ങും തണലും കാവൽ ഭരണവുമായി നിലനിന്നിരുന്ന PK അൻവർ MLA കഴിഞ്ഞ കുറച്ച് ദിവസമായി ദിവസം തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പ്രശസ്തമായൊരു കവിതയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ കലക്കി മറച്ചുകൊണ്ടിരിക്കുന്ന ഈ കലഹം ഉടലെടുത്തതിൻ്റെ പുറകിലുള്ള ഘടകങ്ങൾ എന്താണെന്ന് വിലയിരുത്തിയാൽ അത് കനകവും കാമിനിയുമാണ് എന്ന് കാണാൻ കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും കഴിയും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, വളരെ വിവാദപരമായ ഓരോ സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം അതിൻ്റെ പുറകെ കൂടി അതിൻ്റെ കൂടെ ഓടും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പഴയ കാര്യം മറന്ന് പുതിയ കാര്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കേരളത്തിൽ നടന്ന ഓരോരോ സംഭവങ്ങളെയും വിലയിരുത്തിയാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം മാറി മാറി ഒരിടത്തും സ്ഥിരതയില്ലാതെ, ഒരു ഉറച്ച നിലപാടുകളില്ലാതെ പുതുതായി പൊട്ടിപ്പുറപ്പെടുന്ന വിവാദങ്ങളുടെ പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമുക്ക് അൻവർ MLA, ഇടതുപക്ഷ സ്വതന്ത്ര MLA നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പുറകിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യത്തെ 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിലും തുടർന്ന് വന്ന ഭരണത്തിലുമെല്ലാം കഴിഞ്ഞ മാസം വരെ പിണറായി സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും നെഞ്ചുവിരിച്ച് പ്രതിരോധിച്ചിരുന്ന, കവചമൊരുക്കിയിരുന്ന ഒരു കാവൽ ഭടനായിട്ടാണ് അൻവറിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. അൻവറിൻ്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അൻവറിനെ സംരക്ഷിച്ചതും അൻവറിൻ്റെ ധീരവീര പരാക്രമത്തെക്കുറിച്ച് പ്രശംസിച്ചതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. ഇന്നൊരു സുപ്രഭാതത്തിൽ നേരം ഇരുട്ടി വെളുത്ത് കഴിയുന്നതിന് മുമ്പ് പിണറായി സർക്കാരിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കണ്ണിലെ കരടായി അൻവർ മാറിയത് എന്ത് കൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തി. ഹവാല ഇടപാടുകളെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുമുള്ള കഴിഞ്ഞ കാലത്ത് പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും ശ്രീ അൻവർ MLA കൂടുതൽ ശക്തിയോടുകൂടി ആവർത്തിച്ചപ്പോൾ ഭരണത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെ, ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ
അതിൻ്റെ ശക്തി എത്രയോ ഇരട്ടി വർദ്ധിക്കുകയാണ് എന്നുള്ള സത്യത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ADGP അജിത് കുമാറുമായുള്ള അജിത് കുമാറിൻ്റെ വീരകഥകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ അൻവർ MLA പുറത്തു കൊണ്ടുവന്നു. അതിലിപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷം കയറി പിടിച്ചിരിക്കുന്നത് ADGP RSSന്റെ നേതാക്കന്മാരെ കണ്ടു എന്നാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. RSS നേതാവിനെ കാണുവാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത ഒരു വാദഗതിയാണ്. അതിനെക്കുറിച്ചല്ല നമുക്കിപ്പോൾ. ചില ആളുകൾ അതിൽ കയറി പിടിച്ച് അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം, അതിലൊരു ഗൂഢാലോചനയുണ്ട്. ADGP അജിത് കുമാർ, ഞാൻ അദ്ദേഹത്തെ പലയിടത്തും പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് അന്നേ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം RSSന്റെ ഉന്നതാധികാരിയെ പലവട്ടം കണ്ടു എന്നുള്ളത് വലിയ ഒരു കുറ്റകൃത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതൊരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ അപകടമുണ്ട്. പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു സംഘടന, അടുത്ത വർഷം 100 വർഷം തികക്കാൻ വേണ്ടി പോകുന്ന, ശതാബ്ദി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഹൃദയസ്പന്ദനത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന, ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള, ലോകത്തിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ഒരു പാഠശാലയായി മാറിയിട്ടുള്ള ഒരു സംഘടനയുടെ സമുന്നതനായ നേതാവിനെ ADGP കണ്ടു എന്നുള്ള ഒറ്റ വരിയിൽ എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കി തീർത്ത് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെ അവഗണിക്കുവാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇദ്ദേഹത്തെ കണ്ടതൊന്നും ഒരു വലിയ പ്രശ്നമില്ല. കാണാനുള്ള അവകാശമുണ്ട്. കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പറയാനും അത് വിവരിക്കാനും അത് പരസ്പരം മനസ്സിലാക്കുവാനും ആശയവിനിമയത്തിനുമുള്ള അവകാശമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ ADGPയെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതല്ല പ്രശ്നം. ADGPയെ കുറിച്ച് അൻവർ പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കണ്ണായ ആയ സ്ഥലത്ത് കോടാനുകോടി രൂപ ചെലവഴിച്ച് വലിയ കൊട്ടാരം നിർമ്മിക്കുന്ന പ്രവർത്തനം ADGPയുടെ സ്വന്തം പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള വലിയ അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ADGP പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്നുള്ളത് അത്യന്തം ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾ ഒന്ന് എത്ര ഗ്രാഹക ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പൂരങ്ങളുടെ മാതാവാണ് തൃശ്ശൂർ പൂരം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ പൂരപ്രേമികൾ മാത്രമല്ല, രാജ്യത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, ഭക്തന്മാരും കലാകാരന്മാരും സഹൃദയന്മാരുമെല്ലാം. പൂരം ഒരു വലിയ സാംസ്കാരിക സമൃദ്ധമായ സദ്യയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്, അത് കലങ്ങിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം അത് കലങ്ങിയിരുന്നുവെങ്കിൽ അവിടെ 10,000-കണക്കിന് ആളുകൾ അവിടെ ഒരുപക്ഷെ മരിച്ചു വീഴുമായിരുന്നു. തൃശ്ശൂർ പൂരത്തിൽ ഒരു തവണയെങ്കിലും പങ്കെടുത്ത ആളുകൾക്കറിയാം, അവിടെ പങ്കെടുക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, പുരുഷാരം, കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും അത് വളരെ അച്ചടക്കത്തോടുകൂടി വളരെ നല്ല നിലയിൽ അത് നടന്നിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ പൂരം അത് കലക്കാനുള്ള ശ്രമമുണ്ടായി, പൂരം കലക്കാൻ ശ്രമമുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൂരം കലക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢതന്ത്രമുണ്ട്. ഒരുപക്ഷേ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികളുടെ അല്ലെങ്കിൽ മതാധിഷ്ഠിത സംഘടനകളുടെ ചില താല്പര്യങ്ങളൊക്കെ കലക്കുന്നതിന് പിറകിലുണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ തന്നെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന് ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ആവശ്യം. നല്ല സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ സംഘത്തെ കൊണ്ട്
ഈ പൂരം കലക്കൽ എന്ന ആ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണം. അതിൽ ഉൾപ്പെട്ടവരാരായാലും, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും, ഏത് പക്ഷത്ത് നിൽക്കുന്നവരായാലും, അതിന്റെ യഥാർത്ഥ ആളുകളെ കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഈ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, മറ്റു പല കാര്യങ്ങൾ, 150 കിലോ സ്വർണം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കേരളത്തിലെത്തി എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. 123 കോടി രൂപയുടെ ഹവാലപ്പണം, അത് മലപ്പുറത്തുനിന്ന് പിടിച്ചു എന്നല്ല, പല ഭാഗങ്ങളിലാണത് പിടിച്ചത്. 123 കോടി രൂപയുടെ ഹവാലപ്പണം കേരളത്തിലെത്തി എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ സ്വർണ്ണം കടത്തിനെ കുറിച്ചും ഹവാല പണത്തിന്റെ ഈ വേലിയേറ്റത്തെക്കുറിച്ചും ഹവാല പണം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചും അത് ദേശീയ വിരുദ്ധ പ്രവർത്തനത്തിന് ഈ ഹവാല പണം എത്തുന്നു എന്ന വസ്തുതയെക്കുറിച്ചുമുള്ള ഒരുപാട് പരാതികളും ആപരാതികളും ആവശ്യങ്ങളും കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി മൗനം വീക്ഷിച്ചു. പക്ഷേ അൻവർ ഈ വിഷയം പറഞ്ഞപ്പോ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു 150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാലപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടകാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് കടപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഞരമ്പ് രോഗമുണ്ടാകും. മാളികപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഞരമ്പ് രോഗമുണ്ടാകും. ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും കാലടക്കുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂടാരത്തിൽ പട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയത്, എന്തടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമല്ല, തൃക്കരിപ്പൂരിലെ KV ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആളുടെ താമരച്ചിക്കറിയാം, പഴയ ജനസംഘക്കാരായ ആളുകൾക്കറിയാം. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് തലപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മുമ്പിൽ ടിക്കറ്റിംഗ് നടത്തി അറസ്റ്റ് വരിച്ച് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അത് പല ആളുകളും മരിച്ചുപോയി. രാമന്തളിയിലെ കോരാട്ടനുണ്ടായിരുന്നു, അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. അതുപോലെ തൃക്കരിപ്പൂരിൽ കമ്മാര പൊതുവാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. അങ്ങനൊരു നായനാർ, വലിയൊരു നായനാർ കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹം മരിച്ചു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ആ സമരത്തിൽ പങ്കെടുത്ത് ജീവിച്ചിരിക്കുന്നവരിൽ എനിക്കിപ്പം അറിയാവുന്ന ആള്, എന്നെക്കുറിച്ച് എനിക്കറിയാം, ഒന്ന് ഞാൻ, മറ്റൊന്ന് KV ലക്ഷ്മണൻ. അന്ന് ആ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. EMS ആണ് മലപ്പുറം ജില്ല കൊടുത്തത്. പിണറായി ഇപ്പോൾ ആ മലപ്പുറം ജില്ലയെ തള്ളിപ്പറയുകയാണോ? EMS കൊടുത്ത മലപ്പുറത്തെ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയുന്നതിനേക്കാൾ ആ ജില്ലയിൽ ഒരുപാട് കാലം പൊതുപ്രവർത്തനം നടത്തി അവർക്കിടയിൽ ജീവിച്ച ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. അങ്ങനെ ഒരു ജില്ലയെ പൊതുവായി അധിക്ഷേപിക്കുന്നത് യുക്തിഹീനമായിട്ടുള്ള, യുക്തിക്ക് നിരക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ്. എന്താ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലല്ലേ? എന്താ അതിനെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്? മലപ്പുറത്തെ വിമാനത്താവളം, ആ വിമാനത്താവളത്തിൽ കൂടി വന്ന സ്വർണം, അതിന് കൊടുവള്ളി സ്വർണ്ണ കടത്തുകാരുമായി ബന്ധമുണ്ട്. ചെർപ്പുളശ്ശേരിയിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട്. കള്ളക്കടത്ത് സംഘങ്ങളുണ്ട്. ഈ രണ്ട് കള്ളക്കടത്ത് സംഘങ്ങളും സ്വർണം കൊണ്ടുവരുമ്പോൾ അത് തട്ടിയെടുത്ത് പൊട്ടിക്കുന്ന ആയങ്കേരി, ഇവിടുത്തെ അബ്ദുൽ ആയങ്കേരിയെ പോലെ കള്ളക്കടത്ത് സംഘങ്ങൾ കൊണ്ടുവന്ന് കടത്തുന്ന സ്വർണ്ണ കട്ടികൾ അത് തട്ടിയെടുത്ത് പൊട്ടിക്കുന്ന അബ്ദുൽ ആയങ്കേരിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരായ ആളുകളെ കുറിച്ച് എന്താ പറയാത്തത്? അപ്പോൾ ഇത് ഏതെങ്കിലും ഒരിടത്ത് നിൽക്കുന്ന പ്രതിഭാസമല്ല. അൻവറിനോടുള്ള വിരോധം തീർക്കാൻ മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം യുക്തിഭദ്രമല്ല, യുക്തിഹീനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാട്ടിലെ പുലിയെ പിടിക്കാൻ കാട്ടിന് തീ കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമായ നിലപാടാണ് ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിക്കോ, ഒരു ഉത്തരവാദിത്വമുള്ള പാർട്ടിക്കോ, ഉത്തരവാദിത്വമുള്ള നേതാവിനോ
യോജിച്ചിട്ടുള്ള പണിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടത്തെ സിനിമയിൽ പറഞ്ഞതുപോലെ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം. എന്ത് വന്നാലും തിരക്കേടില്ല, എനിക്ക് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ചാവണം. അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു പരിപാടിയുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം കത്തിപ്പടർന്നപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹം അതിന് ചില വ്യാഖ്യാനങ്ങളായി നിലപാടുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു 1959 വിമോചന സമരത്തിന് സമാനമായ ഒരു സമരമുന്നണി, ഒരു മഴവിൽ മുന്നണി പിണറായി സർക്കാരിനെതിരെ കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതൊരു ചരിത്രബോധമില്ലാത്ത വർത്തമാനമായിട്ട് മാത്രമേ എനിക്കതിനെ നിർവചിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചരിത്രം പഠിക്കണം. 57-ലെ EMS-ന്റെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ ചില പരിഷ്കാരങ്ങളും നിയമങ്ങളും കൊണ്ടുവരികയുണ്ടായി. നമ്മുടെ രാജ്യത്തിലെ ഫ്യൂഡൽ സാമ്പത്തിക ഘടനയെ തകർക്കുന്ന തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമങ്ങൾ. പക്ഷെ ആ നിയമം അവസാനം 69-ലാണ് അത് പാസ്സായത് എന്നുള്ളത് കാര്യം. പക്ഷെ തുടക്കം കുറിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം കൊണ്ടുവന്നു അദ്ദേഹം. ഇതിൽ കുപിതരായിട്ടുള്ള തൽപര കക്ഷികൾ EMS സർക്കാരിനെതിരായ സമരരംഗത്ത് വന്നു. അതിന് CIAയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ശ്രീ വയലാർജിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. വിമോചന സമരം കൊടുമ്പിരിക്കൊണ്ടു കേരളത്തിൽ. ആ വിമോചന സമരത്തിന്റെ ഉഴുതുമറിച്ച മണ്ണിലാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ വിത്ത് കേരളത്തിൽ നിലത്തത്. 1960-ലെ മുക്കൂട്ട് മുന്നണി അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്. ആ വിമോചന സമരത്തിന് ഇടയാക്കിയിട്ടുള്ള നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ ഘടനയെ തകർക്കുന്ന തരത്തിലുള്ള വിപ്ലവകരമായ ചില നയങ്ങളും തീരുമാനങ്ങളും EMS ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിണറായി വിജയൻ എന്ത് വിപ്ലവകരമായ നയമാണ് കൊണ്ടുവന്നത്? ഏത് മാർഗമാണ് കൊണ്ടുവന്നത്? അദ്ദേഹം എന്ത് പരിഷ്കാരമാണ് ഇവിടെ കൊണ്ടുവന്നത്? കേരളത്തിൽ ഈ 8 വർഷത്തെ ഭരണം ആയപ്പോ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിക്ക് CPM-ന് മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യേണ്ട രീതിയിൽ ആ പാർട്ടി തകർന്നു എന്ന് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ച് അതിനുവേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള, സമരം ചെയ്ത് ചോരയും വിയർപ്പും കൊടുത്ത് ജീവിതത്തെ പാഴാക്കി കളഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന സാധാരണ സഹാക്കളുടെയും ആ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ബലിദാനികളുടെയും മർമ്മത്ത് കയറി ചവിട്ടുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ കാര്യം. അതിലാണ് അടങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്തെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു? സമൂഹത്തിനൊരു വിപ്ലവകരമായ മാറ്റം വന്നു. സാധാരണക്കാരനു വേണ്ടി, കൃഷിക്കാർക്കും വേണ്ടി, ഇടത്തരക്കാർക്കും വേണ്ടി, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി അവരുടെ ജീവിതം മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പര്യാപ്തമായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക നയങ്ങളും നടപടികളും കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് ഇവിടെ തകർന്നു തരിപ്പണമായിരിക്കുന്നത്. അൻവർ എന്ന ഒരു വ്യക്തിയെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് CPM-നെ പോലെയുള്ള വലിയൊരു പ്രസ്ഥാനത്തിന് പടയൊരുക്കം നടത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് ആ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഇടത്തും വലത്തും അകമ്പടി വാഹനങ്ങളും പോലീസുമായി കടന്നുപോകുന്ന ആളുകൾ, ഭരണാധികാരികൾ, ഈ ഭരണാധികാരി ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം, പൂരം കലക്കിയ വിഷയത്തിൽ ജുഡീഷ്യൽ എൻക്വയറി നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ADGP-യെ മാറ്റി നിർത്തണമോ നിർത്തണ്ടേ അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. അതൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല. പക്ഷേ ഘടകകക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ADGP-യെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ADGP-യെ ഭയമുണ്ട്. മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഘടകകക്ഷികൾ മുഖ്യമന്ത്രിക്ക് വിടുപണി ചെയ്യുന്ന അടിമപ്പണി ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ അവസാനിപ്പിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയിൽ പടലപിണക്കങ്ങൾ. CPI പറയുന്നു ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വെറും ഒന്നുമല്ല എന്ന് പറയുകയാണ്. അവർ പറയുന്നു ഈ CPI ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു.
NCPയിലെ KK തോമസിനെ മന്ത്രിയാക്കാൻ അധ്യക്ഷൻ PC ചാക്കോ ആവശ്യപ്പെട്ടിട്ട് അതുപോലും കേൾക്കാൻ കൂട്ടാക്കാത്ത ഘടകകക്ഷികളെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ മുന്നണിയുടെ സാമാന്യ മര്യാദക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടപടികളുമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ കടന്നുപോകുന്നത്. അതുകൊണ്ട് ഇത് കലങ്ങുകയാണ് കേരള രാഷ്ട്രീയം. ഈ കലക്കം ഇവിടെ നിൽക്കുകയില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കലക്കം ഒന്നുകൂടി കലങ്ങുവാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൈകളിലുണ്ട്. ഞാനത് വ്യക്തമായിട്ട് പറയുകയാണ്. അതിനുള്ള സമയമായിട്ടില്ല. അങ്ങനെ കലങ്ങി മറയുമ്പോൾ ഇത് കലങ്ങി തെളിയാൻ കേരള രാഷ്ട്രീയം കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കനകം മൂലം കാമിനി മൂലം കലഹിച്ചുകൊണ്ടിരിക്കുന്ന കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കലാപത്തിന്റെ ഒരു വൃത്തികെട്ട ഭൂമികയാക്കി കേരളത്തെ മാറ്റിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതിന് നേതൃത്വം കൊടുക്കുന്ന അവരുടെ പാർട്ടിയുടെയും ഈ ദേശീയ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങടക്കുവാൻ കരുത്തുള്ള ജനതയുടെ മുന്നേറ്റം കേരളത്തിന്റെ സമര കേരളത്തിന്റെ മണ്ണിൽ കുതിച്ചുയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പടയൊരുക്കം, അതിനുള്ള പടയണി ഇപ്പോൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് വിലയില്ല. ഇപ്പം പറയുന്നു KK തോമസിന്റെ പേരിൽ സാമ്പത്തിക ആരോപണമുണ്ട്. ഈ സാമ്പത്തിക ആരോപണമില്ലേ ഇവിടെ? ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ? 150 കിലോ സ്വർണം കേരളത്തിൽ വന്നു. 123 കോടി രൂപയുടെ ഹവാലപ്പണം വന്നു. അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ അല്ലല്ലോ. നമ്മളത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഭരണഘടനാപരമായൊരു കടമയുണ്ട്. സ്വന്തം സംസ്ഥാനത്ത് കള്ളപ്പണവും ഹവാലപ്പണവും ഒഴുകി വന്ന് ദേശവിരുദ്ധ പ്രവർത്തകരുടെ കയ്യിലേക്കത് എത്തുമ്പോൾ അത് കണ്ടറിഞ്ഞത് തടയുവാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ആവശ്യപ്പെട്ടത്, മുഖ്യമന്ത്രിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഒരു ദേശവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ മൗനം പാലിച്ച് ഇപ്പോൾ അൻവറിനെ നേരിടുവാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ രീതിയിലാണ് അത് കടന്നു പോകുന്നത് എന്ന് കാണുവാനുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയാണ് ഇതിലെ ഉത്തരവാദി. ദേശവിരുദ്ധ പ്രവർത്തനം ഹവാലപ്പണത്തിലൂടെ, കള്ളപ്പണത്തിലൂടെ, സ്വർണ്ണക്കടത്തിലൂടെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കുറ്റവാളി, ഒന്നാമത്തെ പ്രതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് കുടപിടിച്ചു കൊടുക്കുന്ന അവരുടെ പാർട്ടിയാണ് എന്നുള്ള സത്യം. ആ പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകളെ കുറിച്ച് നമുക്ക് സങ്കടം തോന്നുകയാണ്. എത്രയോ കഷ്ടപ്പെട്ട് നരകയാതന അനുഭവിച്ച് പാർട്ടി വളർത്താൻ ശ്രമിച്ച ആളുകളെ മുഴുവനും ചവിട്ടി മതിച്ചുകൊണ്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും താല്പര്യം അത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയുടെ നെറികേടുകൾ കണ്ട്, നാണക്കെട്ട പ്രവർത്തനങ്ങൾ കണ്ട് പകച്ചു നിൽക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ ഗതികേടിലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഇതിന് മറികടക്കാൻ ആവശ്യമായ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള വലിയ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം. ആ മുന്നേറ്റത്തിന്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു വഴിയാണ് ഇന്നത്തെ ഈ സമരം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് കാണേണ്ടതല്ല. ഇത് പിണറായി വിജയൻ അങ്ങനെ ചെയ്തെങ്കിലും ചെയ്തു, അവിടെ ഇടയിൽ ചൊരിഞ്ഞും മാന്തിയും പിടിച്ചും നടത്തേണ്ട നല്ല ഇത് അടിസ്ഥാനപരമായ ഗഹനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ച, പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള ഈ സംസ്ഥാനം പുരോഗമനത്തിൽ, വ്യവസായത്തിൽ എല്ലാം മറ്റേത് സംസ്ഥാനത്തെക്കാളും മുന്നണിയിലെത്തേണ്ട ഒരു സംസ്ഥാനത്തെ ഇന്ന് കടക്കടിയിലാഴ്ത്തി ജനങ്ങളെ കുത്തുപാളയെടുപ്പിച്ച് സമര കേരളത്തിന്റെ പാരമ്പര്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു ചതിയൻ പ്രവർത്തനമായി നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ കേരളത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പരുക്കൻ സത്യത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അൻവർ തുടങ്ങി വെച്ച അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം വരുന്നു എന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അത് ഞാനിപ്പോൾ പറയുന്നില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമരം, BJP നടത്തുന്ന ഈ സമരം, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ, സ്വർണ്ണക്കടത്തിന്റെ ഒരു കേന്ദ്ര സ്ഥാപനമായി മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലുള്ള വ്യാഖ്യാനമായി പരിമിതിപ്പെടുത്തുവാനുള്ള
ഒരു സാമർഥ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാന്മാരായ പാർട്ടി നേതാക്കന്മാരുമൊക്കെ കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അങ്ങനെയല്ല ഈ പറയുന്നതിലൊക്കെ കാര്യങ്ങളുടെ അർത്ഥമുണ്ട്. അതുകൊണ്ട് അധികകാലം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ പിണറായി സർക്കാരിന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. വളരെ കരുത്തുറ്റ ചടുലമായ തീക്ഷണമായ നല്ല ദിഷണാബോധമുള്ള നല്ല ലക്ഷ്യബോധമുള്ള ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ജനമുന്നേറ്റത്തിനുള്ള പാതയൊരുക്കുവാനുള്ള വലിയ ബാധ്യത അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമലിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് വിവരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഇന്നത്തെ ഈ സമരം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ കിളിമാനൂർ പോലീസ് ഓഫീസിന്റെ മുമ്പിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. അതിൽ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീമാൻ ജി മുരളീധരൻ എന്നെ അയച്ചിരുന്നു. അദ്ദേഹം മത്സരിച്ച മണ്ഡലമാണ്. അവിടെ ആ പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. അവരെക്കാൾ കൂടുതൽ വോട്ട് ശ്രീ വി മുരളീധരന് കിട്ടി. തുടർന്ന് കിളിമാനൂർ അങ്ങാടിയിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ CITUവിൽ നിന്ന് രാജിവെച്ച് BMSൽ ചേർന്നു. 80% ഓട്ടോറിക്ഷ തൊഴിലാളികൾ BMSൽ ആളുകളായി. അവിടെ നേരത്തെ ഉണ്ടാക്കിയ നിയമപ്രകാരം ഏതൊരു യൂണിയനാണോ അംഗം ആ യൂണിയന്റെ ഒരു സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിക്കണം എന്നവർ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അതുപ്രകാരം അവിടെയുള്ള ഈ മാറിയ ആളുകൾ മുഴുവനും ഓട്ടോറിക്ഷയിൽ BMSന്റെ സ്റ്റിക്കർ പതിച്ചു. അത് അവിടുത്തെ പാർട്ടിയിലെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു CI എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹത്തെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ അവിടെ ഞങ്ങളത് കൈകാര്യം ചെയ്തതാണ്. അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല. ട്രേഡ് യൂണിയൻ സംഘടനകളും ഗവൺമെന്റും ഭരണാധികാരികളും ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാർ പാലിക്കാൻ പാടില്ല എന്ന് ആര് പറയുന്നു? അവിടുത്തെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ CI പറയുന്നു. അതനുസരിക്കാൻ തയ്യാറായില്ല. 5ഓളം BMSന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അതിൽ 56 വയസ്സുള്ള ഒരു ലേഡി ഓട്ടോറിക്ഷ ഡ്രൈവറും ഉണ്ടായിരുന്നു. അവരുടെ പേരിൽ ചില കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് BMSന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ട്രേഡ് യൂണിയൻ മാർച്ച് കിളിമാനൂർ സ്റ്റേഷന്റെ മുമ്പിലേക്ക് നടക്കുന്നത്. ശ്രീ മുരളീധരനായിരുന്നു ഉദ്ഘാടനം. അദ്ദേഹം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പപ്പട്ടൊന്നും അവിടെ പോകണം, എനിക്ക് പോകാൻ പറ്റില്ല, എന്തായാലും ഒന്ന് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്തു. ഭാഗ്യവശാൽ അദ്ദേഹവും അന്ന് അവിടെ വന്നു. ആ സമരമുഖത്തെത്തി ഞങ്ങളെ സ്മരിച്ചു. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന പടലപിണക്കങ്ങൾ, എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ അതൊക്കെ പുറത്തേക്ക് പൊട്ടി ഒഴുകുകയാണ്. അങ്ങനെ പൊട്ടി ഒഴുകാൻ പോയതിൻ്റെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ നമ്മൾ പോയ സ്ഥലത്ത് പയ്യന്നൂർ, പെരുവള്ളൂർ, അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബൂത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് നല്ല വോട്ട് ശതമാനം വർധനമുണ്ടായി. അത് CPMന്റെ നേതൃത്വത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ യോഗം ചേർന്നപ്പോഴാണ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ തടിച്ചുകൂടി വീട് ഉപരോധിച്ച് ആളുകളെ, അതിൽ പങ്കെടുത്ത ആളുകളെ കയ്യേറ്റം ചെയ്യുന്നത് വരെയുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ, ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണത്. അത് കണ്ണൂർ ജില്ലയിൽ പണ്ടത്തെ സംഭവങ്ങളല്ല, പണ്ടത്തെ അക്രമ സംഭവങ്ങളല്ല നമ്മൾ പറയുന്നത്. പാർലമെന്റ് ഇലക്ഷന് ശേഷം അവരുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഭയാനകമായ ആക്രമണ ഭീഷണി, വളഞ്ഞുവെക്കൽ ഭീഷണി. പക്ഷേ ആ സംഭവം നടന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി. ശ്രീ ഹരിദാസന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടിയുടെ പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതേ വീട്ടിൽ ഞങ്ങൾ പകല് യോഗം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് യോഗം വിളിച്ചു കൂട്ടിയത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഒരു മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇതിൻ്റെ ആക്രമണവും നമ്മുടെ ഈ പ്രതിഷേധവും ഒക്കെ ഒരുമിച്ച് വന്നപ്പോൾ CPMന്റെ നേതൃത്വം തന്നെ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരെ ശാസിച്ചു, എന്തിനാണ് വേണ്ടാത്ത പണിക്ക് നിങ്ങൾ പോയത് എന്ന് പറഞ്ഞു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് കുറെ കൂടി കാര്യക്ഷമതയോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി, ഉന്നതമായ രാഷ്ട്രീയ അവബോധത്തോടുകൂടി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട്
മറ്റു പാർട്ടികൾ അമർഷവും പ്രതിഷേധവും പുറത്തു കടക്കാൻ വയ്യാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന ആളുകളെ കൂടി നമ്മുടെ അടുത്ത്, നമ്മുടെ തണലിലേക്ക്, നമ്മുടെ ചിറകിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ബഹുജന മുന്നേറ്റത്തിന്റെ പടകധ്വനി മുഴക്കുന്ന ഒരു സമരമാണ്, ഒരു പ്രക്ഷോഭത്തിന്റെ കാഹളമാണ് ഈ സമരപ്പന്തലിൽ മുഴങ്ങിയിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എൻ്റെ വിനീതമായ നമസ്കാരം.